Hi dears, welcome back to Shikas Cafe. ഇന്ന് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ നാളായില്ലേ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ റെസിപ്പീസ് തന്നെ ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇടയ്ക്കൊക്കെ വ്ളോഗും ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങളുടെ വെള്ളിയാഴ്ച ദിവസത്തെയും ശനിയാഴ്ച ദിവസത്തെയും കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ്. കുക്കിങ്ങും ഷോപ്പിങ്ങും ഒക്കെ ഉണ്ട്, അതുപോലെ റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീക്കെൻഡിൽ പൊതുവെ കുക്കിംഗ് കുറച്ച് മടിയാണ് എനിക്ക്. അപ്പോൾ അധികം ഞാൻ തട്ടിക്കൂട്ട് റെസിപ്പീസ് ആക്കാനും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ ബിരിയാണി കേട്ടോ. ഒരു തട്ടിക്കൂട്ട് ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറയാം. ബാച്ചിലേഴ്സിനും അങ്ങനെ മടിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ ഒന്ന് കട്ട് ചെയ്യാതായിട്ട് കിട്ടിയിട്ടുള്ളത്. ചിക്കൻ ഇതാ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഒരു 1200 ഗ്രാം ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാത്രിക്ക് ഡിന്നറിനാട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇതാ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് ചിക്കൻ മസാല, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ഈ ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ചിക്കൻ ഇതാ മസാല കൂട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 10 മിനിറ്റ് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അങ്ങനെ ചായ ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്, അപ്പോൾ ആർക്കും അങ്ങനെ ചായ കുടിക്കാനൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാനധികം എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസോ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ ഇന്ന് കുറച്ച് പഴം പഴുത്തതുണ്ട്. പഴം ഇതുപോലെ പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ മക്കൾ കഴിക്കൂല. അപ്പോൾ അവർക്കിതുപോലെ മിൽക്ക് ഷേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് പഴം കൊണ്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. ഒരു 3 പഴം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ബദാം കുതിർത്ത് വെച്ചതുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബദാമിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാല് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. കുറച്ചും കൂടെ നല്ല തണുപ്പും കുറച്ച് തിക്നെസ്സും ഉണ്ടാവും ഈ ഒരു മിൽക്ക് ഷേക്കിന്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാരക്ക് പകരം ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തിയാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹോർലിക്സിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹോർലിക്സിൻ്റെ പൊടിക്ക് പകരം നിങ്ങൾക്ക് ബൂസ്റ്റ് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. ഇപ്പോൾ ഇവിടെ ബൂസ്റ്റ് അങ്ങനെ കിട്ടാമല്ലോ, അപ്പോൾ അത് ഞാൻ ഹോർലിക്സ് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ നമ്മൾ മിൽക്ക് ഷേക്ക് റെഡി. മിൽക്ക് ഷേക്കിൻ്റെ കൂടെ മക്കൾക്ക് എന്തെങ്കിലും സ്നാക്സും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. സാധാരണ ഞാൻ റെസിപ്പി വീഡിയോസൊക്കെ എടുക്കലുള്ളത് വൈകുന്നേരമാണ്. ഞാൻ എന്തെങ്കിലും സ്നാക്സൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതന്നെ ഉണ്ടാവും കേട്ടോ മക്കൾക്ക് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ജ്യൂസിൻ്റെ കൂടെ ആ സ്നാക്സ് കൊടുക്കലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഷികക്ക് ബ്രെഡിൽ ചോക്ലേറ്റ് സ്പ്രെഡ് ആക്കിയിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷികക്ക് ചോക്ലേറ്റ് സ്പ്രെഡ് ആക്കി കൊടുക്കുകയാണ്. അക്മലിന് പിന്നെ ഈ ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവന് 7 ഡേയ്സ് മതി പറഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് 2 ആൾക്കും മിൽക്ക് ഷേക്കും സ്നാക്സൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ മിൽക്ക് ഷേക്കും 7 ഡേയ്സും ആട്ടോ കഴിച്ചത്. എനിക്കും അങ്ങനെ ചോക്ലേറ്റ് സ്പ്രെഡ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ബിരിയാണീൻ്റെ പരിപാടിയിലേക്ക് വരാം. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ മസാല കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് അരിയും കൂടെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഞാൻ ബസ്മതി റൈസാണ് എടുക്കുന്നത്, മെഹ്റാൻ്റെ ബസ്മതി റൈസായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു 4 കപ്പ് റൈസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അരി നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2-3/4 മണിക്കൂർ കൊണ്ട് തന്നെ ബിരിയാണി റെഡിയാക്കി എടുക്കാം കേട്ടോ. അരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കാം. അപ്പോൾ ഷാലോ ഫ്രൈ ആട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ഫ്രൈങ് പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായ ശേഷം നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആയി വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് അധികം ഉള്ളിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനൊരു 3 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുക്കുന്നത്. പിന്നെ അതുപോലെ ഇഞ്ചിയും തന്നെ ചെറിയൊരു കഷ്ണമാണ് എടുക്കുന്നത്. ഈ ഒരു ഇഞ്ചിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഒന്ന് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. 3 സവാള എടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ മസാല ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു അളവ് കൊണ്ട് നമുക്കൊരു 6 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും.
അപ്പോൾ ഉള്ളി ഇതൊക്കെ ഞാനൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി ഞാനിതുപോലെ ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ചോപ്പർ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്കിതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാനുള്ള സംഭവങ്ങൾക്കൊക്കെ സൂപ്പറാണ്. തോരനും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ളതിനൊക്കെ സൂപ്പറാണ് കേട്ടോ ഈ ഒരു ചോപ്പർ. അപ്പോൾ ഞാൻ ഇന്ന് ബിരിയാണിക്ക് ഉള്ളി ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ചോപ്പറിലിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കഴിയുമല്ലോ പണി. ബിരിയാണി ഉണ്ടാക്കാൻ എല്ലാവർക്കും മടിയുള്ള കാര്യം ഈ ഒരു ഉള്ളി കട്ട് ചെയ്യാനാണല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചോപ്പറിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ കഴിയും കേട്ടോ. പിന്നെ ഇതുപോലെ തട്ടിക്കൂട്ടി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സവാളൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലാട്ടോ ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് ചെറുതാക്കി എടുക്കുന്നില്ല, ഒരു മീഡിയം സൈസുള്ളതിലാണ് ആക്കിയെടുക്കുന്നത്. ബാക്കിയുള്ള 2 ഉള്ളിയും കൂടെ ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരി ഞാൻ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിരുന്നല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടായ ഓയിലിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റും മാറിക്കിട്ടണം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട റൈസും കൂടെ റെഡിയാക്കി എടുക്കാം. റൈസ് ഉണ്ടാക്കാനുള്ള പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 4 എണ്ണം വീതം പട്ട, ഏലക്കായ, ഗ്രാമ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 8 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വഴന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള പച്ചമുളക് അധികം എരിവില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മസാലയിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കൻ മസാല മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ചിക്കൻ മസാലയും ഗരം മസാലയൊക്കെ മാത്രം ഇട്ടിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മസാലപ്പൊടികൾ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഞാൻ ഇത് റൈസിലേക്കുള്ള വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത ശേഷം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ്റെ 2 ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട് മസാലയിലേക്ക് വേണ്ടത്. അപ്പോൾ മസാല ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഞാൻ ഈ ഒരു ഓയിലോട് കൂടി തന്നെ കേട്ടോ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഈ ഒരു ഓയിലും കൂടെ വരുമ്പോഴാണ് മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കണം. ഞാനതിൽ പുളിക്ക് വേണ്ടിയിട്ട് തൈര് ചേർത്ത് കൊടുക്കുന്നില്ല, നാരങ്ങാനീരാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മളിതിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു ചിക്കനും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ റൈസ് ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു അല്പം നാരങ്ങാനീര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ റൈസും കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ബിരിയാണി മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പകുതി റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസിൻ്റെ മുകളിലായിട്ട് ഒരല്പം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും. അപ്പോൾ ഇതിൽ ഞാൻ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഫ്രൈ ചെയ്തതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. പൊതുവേ ഞങ്ങൾക്ക് അങ്ങനെ ബിരിയാണിയിൽ അതൊന്നും ഇടുന്നത് ഇഷ്ടമല്ല.
ഞാൻ വീഡിയോക്ക് വേണ്ടി ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനെ ഇടാറുള്ളൂ. പിന്നെ തട്ടുകൂട്ടി ബിരിയാണിയൊക്കെ ആകുമ്പോൾ അങ്ങനത്തതൊന്നും ഞാൻ ഇടലേ ഇല്ല, മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനിതാ റൈസ് 2 ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഗരം മസാലയും മല്ലിച്ചപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ റൈസ് നെയ്ച്ചോറാക്കി വെക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ എക്സ്ട്രാ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി. അത് നല്ല ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ബിരിയാണി നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഫുഡൊക്കെ ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് തൈരും അതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൈരിൽ ഞാൻ ഉള്ളിയും ക്യാരറ്റ് കുക്കുംബർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ പച്ചമുളകും കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് തൈരും ഉപ്പിട്ട് കൊടുത്തിട്ട് അങ്ങനെ കേട്ടോ തൈര് ഉണ്ടാക്കിയെടുക്കലുള്ളത്. പിന്നെ ചമ്മന്തി കുറച്ച് തേങ്ങ, ഇഞ്ചി, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് വിനീഗർ, പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചമ്മന്തി ഇവിടെ കുട്ടികൾക്കും ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ, ഞാൻ തൈര് മാത്രമേ കൂട്ടിലുള്ളൂ. അപ്പോൾ ഈ ഒരു ചിക്കൻ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കറികളും ഉപ്പേരി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ ഈ ബിരിയാണി ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഞങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു 6 മണിക്കൊക്കെ ആയിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്തു പോകാനൊന്നും ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ. റൂമിൽ തന്നെ ഇരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ബലദിലേക്കാണ്. കുറേ ആയിരുന്നു നമ്മൾ പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ കുട്ടികളെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങാതെ കരുതി. അപ്പോൾ നമ്മൾ ശിഖയ്ക്ക് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതാട്ടോ ബലദ് പോണത്. അപ്പോൾ ബലദിൽ നമ്മൾ ഈ ഒരു വീക്കെൻഡിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കാണ്. പാർക്കിങ്ങൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇത്രയും ദൂരമുണ്ടോ? നമ്മൾ ബലദിലെത്തിയിട്ടുണ്ട്. അപ്പം ബലദിലേക്ക് നമ്മൾ റൂമിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ, ഒരു 10-20 മിനിറ്റിൻ്റെ ഡ്രൈവ് ഉള്ളൂ. അപ്പോൾ നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുള്ളത് കുറച്ച് ദൂരത്താണ്. അപ്പോൾ നമുക്കൊരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പോണത് ഗോൾഡ് സൂക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗോൾഡ് സൂക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവിടെ ഇപ്പോൾ അങ്ങനെ പബ്ലിക്കായിട്ട് അധികം വീഡിയോസ് എടുക്കാൻ പാടില്ല, പിന്നെ നല്ല തിരക്കുമാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഫോൺ പിടിച്ചിട്ട് അധികം ഷൂട്ട് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ നമ്മൾ പോണത് മലബാർ ഗോൾഡിലേക്കാണ് കേട്ടോ. അപ്പോൾ മലബാർ ഗോൾഡിലും നല്ല തിരക്കുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ആൾക്കാരൊന്നും ജ്വല്ലറിൻ്റെ അകത്തേക്ക് കയറ്റുന്നില്ല. കുറച്ച് ആൾക്കാർ ഇറങ്ങിയതിന് ശേഷം മാത്രമേ ആൾക്കാരെ കയറ്റുന്നുള്ളൂ. അതും 2 പേരെ മാത്രമേ അവർ കയറ്റുള്ളൂ കേട്ടോ. പിന്നെ മോൾക്ക് എടുക്കാനുള്ളതായതുകൊണ്ടാണ് ഞങ്ങളെ 2 പേരെയും കൂടെ കയറ്റിയത്. ശിഖയ്ക്കുള്ള ഗിഫ്റ്റ് വാങ്ങിയിട്ട് ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ ഞങ്ങൾ ലുലുവിലേക്കാണ് പോണത്. അപ്പോൾ ലുലുവിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ നമുക്ക് റൂമിലേക്കുള്ളത് എടുക്കാനുണ്ട്. അപ്പോൾ ലുലുവിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ലുലുവിൽ ഇപ്പോൾ ലുലു വേൾഡ് ഫുഡ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു നല്ല തിരക്കുണ്ട് ലുലുവിൽ. ഞങ്ങൾ ആദ്യം തന്നെ വേഗം ഫിഷ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതാദ്യം കൊടുത്തു. അപ്പോൾ ഫിഷിന് ഇപ്രാവശ്യം നല്ല ഓഫറുണ്ട് കേട്ടോ. കിങ് ഫിഷിനൊക്കെ നല്ല ഓഫറുണ്ട്. അപ്പോൾ മീൻ കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും തേങ്ങയൊക്കെയാണ് എടുക്കാനുള്ളത്. അപ്പോൾ തേങ്ങ കഴിയുന്ന സമയത്തായിട്ട് നമ്മൾ അധികം ലുലുവിൽ വരാറുള്ളത്. പിന്നെ നല്ല തിരക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഷോപ്പ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുക്കാനുള്ളൂ എന്നുണ്ടെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ ഓഫറൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വാങ്ങും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് വാങ്ങിപ്പോണ സമയത്ത് അത്യാവശ്യം നല്ലൊരു ബില്ല് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിതാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഈ ഒരു വീക്കെൻഡിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്